ഗുഡ് ഈവനിങ്. നമസ്കാരം. നമ്മൾ ഇന്ന് എത്തിയത് 30 വർഷമായി വാഴകൃഷി ചെയ്യുന്ന ലക്ഷ്മണാട്ടന്റെ വീട്ടിലാണ്. നമസ്കാരം. 30 വർഷമായി ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ഞാൻ വാഴകൃഷി ജോലി ചെയ്ത് ഇപ്പോൾ ഈ ദിവസം വരെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴകൃഷി എന്ന് വെച്ചാൽ ഒരു കുടുംബത്തെ പോറ്റാൻ കഴിയും. ഒരു വാഴയിൽ ഒരു 500 രൂപ വെച്ച് കിട്ടും, ഒരു ഒറ്റ വാഴയിൽ. അതിന് കൂടുതൽ കിട്ടും. അതുകൊണ്ടാണ് വാഴ കൃഷി തിരഞ്ഞെടുക്കാൻ കാരണം. കാർഷിക മേഖലയിൽ ഇപ്പം പ്രശ്നങ്ങളൊന്നും വരുന്നുണ്ടോ? കാർഷിക മേഖലയിൽ ഇന്ന് പല ആവശ്യങ്ങളുണ്ട്. സർക്കാർ അതിന് നമുക്ക് പല ആനുകൂല്യങ്ങളും തരുന്നുണ്ടെങ്കിലും അത് നടപ്പിലായി വരുന്നില്ല, അത് നമുക്ക് കിട്ടലില്ല. ഇപ്പോൾ കരഭൂമിയിലാണെങ്കിൽ അവരെല്ലാം ആനുകൂല്യങ്ങളും തരും. വയലിൽ വെക്കുന്നതുകൊണ്ട് ഒരു ആനുകൂല്യം കിട്ടാൻ കിട്ടില്ല. മറ്റ് 10 രൂപ വെച്ച് കിട്ടും ഒരു കണ്ണിന്. അപ്പോൾ അതൊന്നുമില്ല. വാഴ ഒടിഞ്ഞാൽ സർക്കാർ നഷ്ടം വരെയാണ്. ഇപ്പം അതൊന്നുമില്ല. ഇൻഷുറൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ ഒന്നും ഇപ്പം കിട്ടില്ല. എന്നാലും കരഭൂമി വെക്കുവാണെങ്കിൽ എല്ലാ ആനുകൂല്യവും കിട്ടും. ജൈവവളാണോ രാസവളാണോ കൂടുതൽ? ഒരു വാഴ കൃഷി ചെയ്യുമ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ജൈവവളം ഇടും. രാസവളം 1 മാസം കഴിഞ്ഞിട്ട് ഇടും. ആദ്യം നമ്മളത് തുറന്ന് തളമിട്ട് അതിന് പച്ചച്ചാണകവും തോലും കോഴിവളം ഇടും. പിന്നെ 1 മാസം കഴിയുമ്പോൾ രാസവളം ഇട്ട് അതിൻ്റെ തടക്ക് മണ്ണ് ഇട്ട് പോകും. എങ്ങനെയുള്ള ഉപകരണങ്ങളാണ് കൃഷിയിൽ ഉപയോഗിക്കുന്നത്? അതായത് തൂമ്പ, അതേ വീതിയുള്ള കൈക്കോട്ട് തൂമ്പ, ഇത്ര നീളത്തിലുള്ള തൂമ്പ അതിനെക്കൊണ്ട് കുത്തിച്ച് ഉപയോഗിക്കും. സ്വന്തമായിട്ടാണോ, സ്വന്തം ഭൂമിയിലാണോ കൃഷി ചെയ്യുന്നത്? സ്വന്തമായ കൃഷി, സ്വന്തമായ സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്, പാട്ടത്തിനെടുത്തിട്ടും കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ദീർഘകാല അളവിലും ഹ്രസ്വകാല അളവിലും വാഴ കൃഷിയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ വാഴ കൃഷി ചിങ്ങമാസമാണ് നടുക. ചിങ്ങമാസം മുതൽ പിന്നെ ചിങ്ങമാസം പറഞ്ഞാൽ സെപ്റ്റംബർ മാസം. ആ സെപ്റ്റംബർ മാസം തുടങ്ങി ആഗസ്റ്റ് മാസമാണ് കൊല കൊത്തുക. അപ്പോൾ ഒരു കൊല്ലത്തെ ദീർഘകാലകാലം, ഒരു കൊല്ലം, അതിന് 12 മാസത്തെ വരെ ദീർഘകാലം. വീട്ടിലെല്ലാവരും കൃഷിക്ക് സപ്പോർട്ടാ? ഈ കൃഷി ഞാൻ ചെയ്യുന്ന വസ്തുവിൽ തന്നെ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തത്. അവിടെ ഞാൻ ഇതിന് മുൻതൂക്കം കൊടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിന് നല്ലോണം ലാഭം കിട്ടി. എനിക്ക് നല്ല മുതൽ മുടക്കി അതിനേക്കാളും കൂടുതൽ ലാഭം കിട്ടിയതുകൊണ്ട് ഞാൻ ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോഴും നല്ല ലാഭം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ നേരം വാഴ കൃഷിയെ പറ്റി മനസ്സിലാക്കി തന്നതിന് ലക്ഷ്മണേട്ടന് താങ്ക്സ്. അഭിനന്ദനം.